ഹലോ, ഗുഡ് ഈവനിങ്. ഇന്ന് നാഷണൽ ഹോളിഡേയുടെ സെക്കൻഡ് ഡേ ആണ്. ഈവനിങ് ടൈം. നല്ല തണുപ്പാണ്. കുളിയൊക്കെ കഴിഞ്ഞ് സന്ധ്യയ്ക്ക് വിളക്കൊക്കെ കൊളുത്തിയിട്ട് ഞാനും ശ്രീകുട്ടനും കൂപ്പറും ഞങ്ങളിങ്ങനെ ഇരിക്കുകയാണ്. കൂപ്പർ നല്ല ബഹളമാണ് സോഫയിലേക്ക് കയറാനായിട്ട്. അപ്പോൾ നമ്മൾ വിചാരിച്ചു കൂപ്പറിന് കുറച്ച് വിൻ്റർ ക്ലോത്ത്സ് ഒക്കെ എടുക്കാമെന്ന്. ടെമൂന്ന് നല്ല അഫോർഡബിൾ പ്രൈസിന് കിട്ടുന്നുണ്ട് ടെമൂല്. അവന് തണുപ്പ് കൺട്രോൾ ആവുന്നില്ല. ഇപ്പം നമ്മുടെ കൂടെയൊക്കെ എടുക്കുന്നത് നമ്മളവന് ബെഡും എല്ലാം സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പക്ഷെ അവനെന്തോ തണുപ്പ് തീരെ കൺട്രോൾ ആവുന്നില്ല. നമ്മളത് കാരണം ഇപ്പോൾ തൽക്കാലം ഒരു കുഞ്ഞി ടീഷർട്ടൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അല്ലേ കൂപ്പർ? കാണിച്ചു കൊടുത്ത ടീഷർട്ട് എല്ലാവർക്കും ഇതൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ടെമൂന്ന് അത് ഓർഡർ ചെയ്തിട്ട് പിന്നെ നമുക്ക് ചോദിക്കണം കസിൻസ് എവിടെയെങ്കിലും പുറത്ത് പോകുന്നുണ്ടോ, നമുക്കും കൂടെ പോകാൻ. ഇപ്പോൾ നാഷണൽ ഡേയുടെ ലൈറ്റ്സൊക്കെ ഉണ്ടല്ലേ. ഓക്കെ, അപ്പോൾ അതൊക്കെ കാണാൻ പോകാമെന്ന് വിചാരിച്ചു. കാരണം ഇന്ന് കഴിഞ്ഞാൽ പിന്നെ ഇനിയിപ്പോൾ നാളെ തൊട്ട് ഡ്യൂട്ടി ഉണ്ട്, പിന്നെ ഫ്രൈഡേ ഓണം. ഓക്കെ, അപ്പോൾ ഇനി പുറത്തേക്ക് പോകാൻ റെഡി ആവട്ടെ കേട്ടോ. റെഡി ആവട്ടെ വേഗം. മീനിനെയും ചേട്ടനും റെഡി ചെയ്യുന്നു പറഞ്ഞ് വിളിച്ചിട്ടുണ്ടായിരുന്നു. ലൈറ്റ്സൊക്കെ കൊണ്ടിട്ട് വരാം. വീടിനകത്ത് വലിയ കുഴപ്പമില്ല, പുറത്ത് എന്താവും അവസ്ഥ തണുപ്പ് എന്നുള്ളത് അറിയില്ല. ഞാനിവിടെ എന്ത് മേക്കപ്പ് ചെയ്യുകയാണെങ്കിലും എന്ത് ചെയ്യുകയാണെങ്കിലും എനിക്കൊരാളുണ്ടാവും വാച്ച് ചെയ്യാൻ. കൂപ്പർ, പൗഡർ ഇടണോ? നമ്മൾ ഇറങ്ങുന്നത് നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല കേട്ടോ. കാരണം നമ്മൾ ഇറങ്ങുന്ന നേരത്ത് കൂപ്പർ ഭയങ്കര വാശിയായിരുന്നു. അവനും നമ്മളുടെ കൂടെ വരാൻ വേണ്ടിയിട്ട് അവനെങ്ങനെയൊക്കെയോ അകത്താക്കിയിട്ടാണ് നമ്മൾ ഡോർ ക്ലോസ് ചെയ്ത് ഇറങ്ങിയത്. പിന്നെ കസിൻസ് അവർ ഓൾറെഡി നമ്മളെ വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു. അപ്പോൾ നമ്മൾ വേഗം ഇറങ്ങി. അവിടെ നിന്ന് മുഹറക് നൈറ്റ്സ് കാണാനാണ് കേട്ടോ നമ്മളിന്ന് പോകുന്നത്. ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ട് നാഷണൽ ഡേയുടെ ഭാഗമായിട്ട്. ഓൾറെഡി ലേറ്റ് ആയതുകൊണ്ട് ഒരുപാട് ബ്ലോക്ക് പ്രതീക്ഷിച്ചിരുന്നു. പക്ഷെ പറയത്തക്ക ബ്ലോക്കൊന്നും നമുക്ക് കിട്ടിയില്ല. നമുക്ക് സ്മൂത്തായിട്ട് തന്നെയാണ് പോകാൻ പറ്റിയത്. അങ്ങനെ നമ്മൾ മുഹറക് നൈറ്റ്സിൻ്റെ പാർക്കിങ്ങിൽ എത്തിയിട്ടുണ്ട്. ഇതവിടെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിരുന്നതാണ് ലൈറ്റ്സ്. നമ്മൾ മെയിനായിട്ടുള്ള ലൈറ്റ്സിൻ്റെ ഏരിയയിലേക്കൊന്നും പോയില്ല. അവിടെയൊന്നും നമുക്ക് കവർ ചെയ്യാൻ പറ്റില്ല. നമ്മളിപ്പോൾ പോകുന്നത് ഇവൻറ്റ് കാണാനാണ്. ആ പോകുന്ന വഴിയിൽ കണ്ട ഒരു ലൈറ്റിങ്സാണ് ഇത്. നമ്മളിപ്പോൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തു, ഇറങ്ങി. ഇനി നമുക്ക് ആ ഇവൻറ്റ് നടക്കുന്നിടത്തേക്ക് കുറച്ച് ദൂരമുണ്ട്, അവിടേക്കാണ് നടക്കുന്നത്. ഇതാ ഈ കാണുന്ന ബ്രിഡ്ജിൻ്റെ രണ്ട് എൻഡിലായിട്ടാണ് പ്രോഗ്രാംസ് നടക്കുന്നത്. നമുക്കവിടെ എത്തിയിട്ട് വേണം രണ്ടും കവർ. ഇതാണ് അവിടേക്കുള്ള എൻട്രി. ഇതുവഴി പോയി ലിഫ്റ്റ് വഴി വേണം നമ്മൾ മുകളിലേക്ക് പോയി അവിടെ എത്താൻ വേണ്ടിയിട്ട്. അതിനുള്ള വെയിറ്റിംഗ് ആണ്. നമ്മൾ വിചാരിച്ച പോലെയല്ല കേട്ടോ, നല്ല തിരക്കായിരുന്നു. ഈ ഒരു ലിഫ്റ്റേ ഉള്ളൂ മുകളിലേക്ക് പോകാനും ഇറങ്ങാനൊക്കെ ആയിട്ട്. ഇതാ ഈ ബ്രിഡ്ജ് വഴിയാണ് നമ്മളിപ്പോൾ ഒരു അറ്റത്തേക്ക് പോകുന്നത്. ഇപ്പോൾ നമ്മൾ പോകുന്നത് ബ്രിഡ്ജിൻ്റെ അതർ എൻഡിലേക്കാണ്. ഇതുപോലുള്ള ഒരുപാട് ഗലികളുണ്ട്. അതിലേക്കൂടെ ഓരോ നാവിഗേഷൻസ് അവർ വെച്ചിട്ടുണ്ട്. അത് ത്രൂ ആണ് നമ്മൾ ഓരോ ഡെസ്റ്റിനേഷൻസിലേക്ക് എത്തുന്നത്. ഫസ്റ്റ് നമ്മൾ കണ്ടതാണ് കേട്ടോ ഈ 3 റൂംസ്. പിന്നെയും നമ്മൾ ഇതുപോലുള്ള കുറേ വഴികളിൽ കൂടെ പോയിട്ട് വേണം കേട്ടോ ഓരോ ഡെസ്റ്റിനേഷൻസ് എത്താൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ കണ്ടതാണ് ഇത്. പവിഴങ്ങളുടെ ദ്വീപ് എന്നാണല്ലോ ബഹ്റൈൻ അറിയപ്പെടുന്നത്. അന്ന് ഈ പവിഴങ്ങൾ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെയുള്ള ആളുകൾ ചെയ്തിരുന്നതാണ് ഇതുപോലെ. അതാണ് ഇവർ വിഷ്വലൈസ് ചെയ്ത് കാണിക്കുന്നത്. അതിനു വേണ്ടി ഉപയോഗിച്ചിരുന്ന എക്യുപ്മെൻറ്റ്സ് ആണ് ഈ കാണുന്നതെല്ലാം.
ഈ കാണുന്നതിനൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ, അതെന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം. ഒരു കാര്യം കാണിച്ചു തരാം. ഈ പില്ലറിൻ്റെ അടുത്തേക്ക് വന്നാൽ അങ്ങനെ ഓരോ പില്ലറിൻ്റെ അടുത്ത് പോയാലും നമുക്ക് ഹ്യൂമൻ പ്രസൻസ് അറിയാൻ പറ്റുമെന്നാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. നമ്മളവിടെ അധികം നിന്നില്ല കേട്ടോ, ഒരുപാട് കാണാനുണ്ടായിരുന്നു. ഓൾറെഡി ലേറ്റായിട്ടാണ് നമ്മൾ തിരിച്ചത്. നെക്സ്റ്റ് ഡേ എല്ലാവർക്കും ഡ്യൂട്ടിയുള്ള കാരണം നമ്മളവിടെ വേഗം തിരിച്ചു പോന്നു. വരുന്ന വഴി ഈ ടീ ഷോപ്പിൽ നിന്ന് ഒരു ചായയൊക്കെ കുടിച്ചു. തണുപ്പൊക്കെ അല്ലേ, അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഒരു ചായയൊക്കെ കുടിച്ചതിന് ശേഷം നിവിൻ ചേട്ടനും മീനും നമ്മളെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്തു. അവർ പോയി. നമ്മളിപ്പോൾ റൂമിലേക്ക് പോവാണ്. നമ്മൾ എവിടെയെങ്കിലും പോയി തിരിച്ചു വരുമ്പോൾ വീട്ടിൽ നമ്മളെ കാത്തിരിക്കാൻ ഒരാളുണ്ടാവുക എന്ന് പറയുന്നത് അത്രയും സന്തോഷമായിട്ടുള്ള ഒരു കാര്യമാണ് അല്ലേ. അതുപോലെ ഞങ്ങൾക്കുണ്ട് ഒരാൾ, ഞങ്ങളുടെ പെറ്റ് കൂപ്പർ. ഇപ്പോൾ നമ്മൾ ഡോറ് തുറക്കുമ്പോൾ കണ്ടോ അവൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളും എല്ലാം. ഫസ്റ്റ് ടൈം നമ്മളെ കാണുന്ന പോലെയാണ് അവൻ്റെ എന്നുള്ള ബിഹേവിയർ. എപ്പോൾ നമ്മൾ എവിടെയെങ്കിലും പോയി വരികയാണെങ്കിലും ഈ സെയിം സെനാരിയോ ആണ് ഉണ്ടാവുക. ഈ ഒരു എക്സൈറ്റ്മെൻറ്റും സ്നേഹപ്രകടനമൊക്കെ ഒരു 10-15 മിനിറ്റ് നീണ്ടു നിൽക്കും കേട്ടോ. പിന്നെ നമ്മൾ അവനെ എടുക്കുകയും കളിപ്പിക്കുകയും കാര്യങ്ങളൊക്കെ വേണം, എന്നാൽ മാത്രമാണ് അവനൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവുക. അങ്ങനെ അവൻ്റെ എക്സൈറ്റ്മെൻറ്റും ചാടലും ഓടലും കളിക്കലും എല്ലാം കഴിഞ്ഞ് നമ്മൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഒന്ന് ഇരിക്കുമ്പോഴത്തേനും ദേ ആൾ കിടന്നുറങ്ങിപ്പോയി.